ഹായ് ഡിയർ, വെൽക്കം ടു സഹറ മീഡിയ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല സ്പോഞ്ച് കേക്കാണ്. സ്പോഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന നല്ല ഒരു പ്ലം കേക്ക്, അതേപോലെ തന്നെ നല്ല ഒരു പഞ്ഞി പോലെ ഇരിക്കുന്ന അത്രയും സോഫ്റ്റ് ആയിരിക്കും നല്ലൊരു സ്പോഞ്ച് കേക്കാണ്. ഇതൊന്നും ഒരിക്കൽ നമ്മൾ കടയിൽ പോകേണ്ട ഒരു ആവശ്യം തന്നെ, എല്ലാം അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 മുട്ട, അതുപോലെ തന്നെ ഇത് മൈദപ്പൊടിയാണ്. മൈദപ്പൊടി ഞാനൊരു 200 ml ഗ്ലാസ്സാണിത്. അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം അരിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു അരിപ്പയിലിട്ടിട്ടുണ്ട്. അരിച്ചെടുത്താൽ എന്താണെന്ന് വെച്ചാൽ കട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്, അത് ഒഴിവാക്കുക. പിന്നെ മിക്സായി വരാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് നമ്മുടെ ഈ അരിച്ചെടുക്കുന്ന രീതി. പിന്നെ ഇത് ബേക്കിംഗ് സോഡ 1 ടീസ്പൂണ്, അതുപോലെ തന്നെ നമ്മുടെ ബേക്കിംഗ് പൗഡർ സോഡല്ലേ 2 പൊടിയുണ്ട്, രണ്ടും കൂടെ ഞാൻ ഇതിൽ ഇട്ട് മിക്സാക്കി വെച്ചതാണ്. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ അരിച്ചത് കുറച്ച് കട്ട പിടിച്ചിട്ടുണ്ട്, അത് ഞാൻ ഒഴിവാക്കി. അപ്പോൾ മിക്സായി വരാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കട്ട കുറച്ച് ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു, അരിച്ചെടുത്തു. ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം. അത് സ്പൂൺ വെച്ചിട്ടായാലും മതി, അല്ലെങ്കിൽ എല്ലാവരുടെ അടുത്തിലും വിസ്ക് ഉണ്ടെങ്കിൽ അതായാലും മതി, കുഴപ്പമില്ല. ടീസ്പൂൺ വെച്ചിട്ടായാലും ഞാനിത് സാധാരണക്കാർക്കും ആഡ് ചെയ്യാൻ പറ്റിയ ഒരു കേക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇപ്പം നമുക്ക് ഇതൊന്നും ഇല്ലാത്തവർക്ക്, സാധാരണക്കാർക്ക്, ഏത് ഉപകരണം ഇല്ലാത്തവർക്കും സാധാരണക്കാരായ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്ക്. അപ്പം ഞാനിവിടെ ടീസ്പൂൺ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ മിക്സ് ചെയ്ത് പൊടിയൊന്ന് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ആദ്യം മിക്സിയിലേക്ക് നമ്മുടെ മുട്ട ഒന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ വെറും 2 മുട്ട മതി ഇതിന്, കൂടുതലായിട്ടൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ ബീറ്റർ വെച്ചിട്ട് ഞാനിതിനെ മുന്നേ കേക്ക് ഉണ്ടാക്കിയ വീഡിയോ ഇതിലുണ്ട്, കാണേണ്ടവർക്ക് കാണാം. പിന്നെ ഞാൻ അതിലൊക്കെ 3 മുട്ടയാണ് ആഡ് ചെയ്തത്, 2 മുട്ട മാത്രം മതി നമുക്ക്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഈ മുട്ടയ്ക്ക് പകരം ഞാൻ ഇതിൽ ചേർക്കുന്ന വേറെ ഒന്നുണ്ട്. ഇപ്പം ഞാൻ അതേപോലെ തന്നെ ഒരു 200 ml ഞാൻ കേക്ക് മധുരം കുറവാക്കാൻ വേണ്ടിയിട്ട് ഒരു 100 ml പഞ്ചസാര ആഡ് ചെയ്തു. അതുപോലെ തന്നെ 100 ml ഓയിൽ കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സാധാ ഓയിൽ മതി, സൺഫ്ലവർ ഒന്നും വേണമെന്നില്ല. സാധാ ഓയിലിട്ട് തന്നെ ചെയ്താൽ വളരെ സൂപ്പറാവും. ഇനി ഒരു പിഞ്ച് ഉപ്പ്, ഒന്ന് മധുരം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പിഞ്ച് ഉപ്പും ചെയ്തു. അപ്പോൾ അങ്ങനെ മിക്സിയിൽ അടിച്ചെടുത്തു, വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇത് കുറച്ച് നല്ല പശുവിൻ പാൽ തന്നെയാണ്, ഏത് പാലായാലും മതി. നമുക്ക് മിൽമയാണ്, പാൽപ്പൊടി ഇടാൻ പാടില്ല കേട്ടോ. പാൽ തന്നെ വേണം, അതായിരിക്കും ഏറ്റവും ബെറ്റർ. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എന്ത് ചെയ്യും, ഓരോ ടീസ്പൂൺ, 2-3 ടീസ്പൂൺ അങ്ങനെ ഇതിലേക്ക് കുറേശ്ശെ നമുക്കിങ്ങനെ മിക്സാക്കി കിട്ടും. നമ്മൾ കട്ടയൊക്കെ നല്ലോണം ഒന്ന് പൊടിച്ചെടുത്ത് നല്ലോണം കഴിയുന്ന അത്രയും സമയം നമ്മൾ അത് 10 മിനിറ്റൊക്കെ ചെയ്താൽ അത്രയും സോഫ്റ്റായി കിട്ടും. ഒരു 5 മിനിറ്റാൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് കേക്ക് റെഡിയാക്കുന്നത് 5 മിനിറ്റ് കൊണ്ടൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അവിടെ ഏകദേശം കട്ടയൊക്കെ പൊടിഞ്ഞു. പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് കുറച്ചും കൂടി ഇതിലേക്ക് ഇട്ടു. അങ്ങനെ ഞാനിവിടെ ഒരു 3 പ്രാവശ്യമായി ഇട്ട് കൊടുക്കുന്നു. 2ാമത്തെ പ്രാവശ്യം ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ പെട്ടെന്ന് കംപ്ലീറ്റ് ഒന്നായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നമുണ്ട്, കട്ട പിടിക്കും എന്തെന്നെ ആയാലും. അപ്പോൾ കുറേശ്ശെ ആകുമ്പോൾ എന്താവും, കട്ട ചെറുതായിട്ട് നമുക്ക് പൊടിച്ചെടുത്ത് നല്ലോണം മിക്സ് ആക്കും. അപ്പോൾ കംപ്ലീറ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടു. ഇനി നല്ലോണം ഒന്ന് കുറച്ച് നേരത്തേക്കാളും കുറച്ചുകൂടി സമയം നമ്മളൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. വളരെ എളുപ്പമുള്ളൊരു കേക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബീറ്ററി ഇല്ലാത്തവർക്ക്, അതുപോലെ ഓവൺ ഇല്ലാത്തവർക്ക് ഒക്കെ വളരെ പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും.
പിന്നെ ഈ ഉപകരണങ്ങളൊന്നും ഇല്ലാത്തവർക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉപകരണങ്ങളില്ലാത്തവർക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധാരണക്കാർക്ക് കേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. പിന്നെ ഞാനിവിടെ ഇതിലേക്ക് കുറച്ച് എസൻസ് ചേർത്തിട്ടുണ്ട്. നമ്മുടെ വാനില എസൻസ് 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. നമുക്കൊരു ടേസ്റ്റിന് വേണ്ടി മാത്രമാണ്. അതില്ലാത്തവർക്കൊരു കുഴപ്പമില്ല. അതില്ലാത്തവർക്ക് എന്ത് ചെയ്യുക, 2 ഏലക്ക ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അതും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ തന്നെ ചെയ്യാം. അതൊരു ടേസ്റ്റിന് വേണ്ടി മാത്രം ഞാനിവിടെ ആഡ് ചെയ്തൊന്ന് മാത്രമേ ഉള്ളൂ. അതുള്ളവർ മാത്രം ആഡ് ചെയ്യുക. ഇല്ലാത്തവർക്ക് നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ 1 ടീസ്പൂൺ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ കട്ട പിടിക്കരുത്, തീരെ കട്ട പിടിക്കാൻ പാടില്ല. കട്ട പിടിച്ച് നമ്മുടെ കേക്കിൻ്റെ ഉൾവശം ശരിക്കൊന്നും വെന്ത് കിട്ടില്ല. അതാണ് നമ്മളിങ്ങനെ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മൾ ബീറ്റർ വെച്ചിട്ടാണെങ്കിൽ ഇതിലേറെ സോഫ്റ്റായി വരും കേട്ടോ. പിന്നെ നമുക്ക് ഈ ബീറ്റർ വേണ്ട എന്നുള്ളൊരു കേക്കാണ് ഞാനിവിടെ റെഡിയാക്കാൻ ആദ്യമേ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ബീറ്റർ ഒഴിവാക്കിയെടുത്തത്. ഇനി നമുക്ക് നമ്മുടെ കേക്കിന് ഒരു പാത്രം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയുള്ള ബേക്ക് ചെയ്യാനുള്ള. അപ്പോൾ ഞാനിതിൽ കുറച്ച് നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. നെയ്യ് ഇല്ലാത്തവർക്ക് ഓയിലായാലും കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ ഇതിൽ കുറച്ച് മൈദപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അന്ന് നമുക്ക് തട്ടിയെടുക്കണം പാത്രം, കാരണം നമുക്ക് കേക്ക് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഐഡിയ കൂടിയാണത്. ഇതാകുമ്പോൾ നമുക്ക് നമ്മൾക്ക് ബട്ടർ പേപ്പറൊന്നും അടിയിലൊന്നും വെക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതില്ലാത്തവർക്ക് ഇപ്പോൾ ഇതിപ്പോൾ ഒരു പ്രശ്നമില്ല. ഇതിപ്പോൾ ഇനിയിപ്പം ബേക്കറിയിലൊക്കെ പോയി വെറുതെ പേപ്പറൊന്നും വാങ്ങിക്കൊണ്ടാലും ഒരാവശ്യമില്ല. നമുക്ക് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു. നമുക്ക് എയർ ബബിൾസൊക്കെ ഒഴിവാക്കി വേണ്ടി ഒന്നൊന്നും ഇളക്കി കൊടുക്കും. നമ്മൾ കൈ വെച്ചിട്ട് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ബബിൾസൊക്കെ ഒഴിവായി പോകും. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതില്ലാത്തൊരു സാധാ നമുക്ക് ഒരു സ്റ്റീൽ പാത്രത്തിൽ വെച്ച് ചെയ്താലും മതി. നല്ലൊരു അടപ്പ് വേണമെന്നുള്ളൂ പാത്രത്തിന്. അത് ഞാനൊരു ഗ്രില്ലടിയിൽ വെച്ചിട്ടുണ്ട് സ്റ്റാൻഡ്. എന്നിട്ട് അതിൽ വെച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് നമ്മുടെ ബാറ്റർ വെച്ച് കൊടുക്കും. പിന്നെ ഇതിനൊരു ഹോൾസ് ഉണ്ട്. അത് ഞാനിവിടെ ഒരു ന്യൂസ് പേപ്പറിന് ചെറിയൊരു കഷ്ണം വെച്ചിട്ട് അടിച്ചു കൊടുക്കും. അപ്പോൾ എല്ലാവരും ഹോൾസ് ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് 30 മിനിറ്റാണ് ഞാനിവിടെ മാക്സിമം സമയമെടുത്തത്. ലോ ഫ്ലെയിമിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. ഒരു കത്തി വെച്ചിട്ട് ഞാൻ ഇവിടെ നോക്കി. അപ്പോൾ നല്ല സോഫ്റ്റാണ്, പിടിക്കണമൊന്നുമില്ല. ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പാത്രത്തിൻ്റെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പുറത്തേക്ക് എടുത്തു വെച്ചു. നല്ല അടിപൊളി കേക്കാണ്. തീരെ അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല, നല്ല അടിപൊളിയാണ്. നല്ലൊരു തൊടുമ്പോൾ തന്നെ നല്ല പഞ്ഞി പോലെ ഇരിക്കും, നല്ല സോഫ്റ്റാണ്. അതല്ല ഞാൻ തൊട്ട് കാണിച്ചു തരുമ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നതെന്ന് അറിയില്ല. നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ ഒക്കെ തന്നെ നല്ല സോഫ്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. ചെറിയൊരു കഷ്ണം നിങ്ങൾ കട്ട് ചെയ്ത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ കണ്ടി നല്ല സോഫ്റ്റാണ്, നല്ല അടിപൊളി സോഫ്റ്റാണ്. നല്ല സ്പോഞ്ച് കേക്കാണ്. നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേപോലെ നല്ല സ്പോഞ്ച് കേക്കാണ്. എല്ലാം ഞാൻ വിചാരിച്ചേക്കാളും സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ എൻ്റെ ചാനൽ വീഡിയോ കാണുന്നവരെല്ലാവരും, ചെയ്യാത്തവരെല്ലാം സബ് ചെയ്യുക, മറക്കരുത്. ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ പിന്നീട് വരാം.
ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്തായാലും കുഴപ്പമില്ല. എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇനി നിങ്ങൾക്ക് ഏത് റെസിപ്പിയാണ് ആവശ്യപ്പെടുന്നത് ആ റെസിപ്പി ഞാൻ ഇൻഷാല്ലാ ഞാൻ ചെയ്തോളാം. നമുക്ക് നമ്മുടെ ഫ്രണ്ട് കഴിഞ്ഞിട്ടുള്ളൂ എല്ലാം. അപ്പം എന്ത് വേണമെങ്കിലും ഇതിലൊരു മാറ്റം വരുത്തണമെങ്കിൽ ഞാൻ വരുത്തി നിങ്ങൾക്ക് ഞാൻ ചെയ്തോളാം. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബീറ്റർ ഓവണ് ഒക്കെ ഇല്ലാത്തവർക്ക് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. ഗ്യാസ് ഇല്ലാത്തവർക്കും അടുപ്പിൽ വെച്ചിത് ചെയ്യാവുന്നതാണ്. അതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ വേണ്ട, സാധാ ഒരു എന്തെങ്കിലും ഒരു പാത്രം ഉണ്ടെങ്കിൽ നല്ലൊരു അടപ്പുള്ള പാത്രം അതിനകത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ച് ആർക്കും ചെയ്യാവുന്ന വളരെ മൃദുലമായ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താണെന്ന് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം ചെയ്യാനേ മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ് ഇൻഷാല്ലാ. അപ്പോൾ താങ്ക് യു. Yeah.